സിറിയൻ ക്രൈസ്തവരുടെ ദയനീയാവസ്ഥ വിവരിച്ച് പ്രാദേശിക വൈദികന്റെ വെളിപ്പെടുത്തൽ. സിറിയയിലെ ദമാസ്കസിൽ 30ഓളം ക്രൈസ്തവരുടെ ജീവനെടുത്ത ഇസ്ലാമിക് സ്റ്റേറ്റ്സ് തീവ്രവാദി ആക്രമണത്തിന് പിന്നാലെ രാജ്യത്തെ ക്രൈസ്തവരുടെ ദയനീയാവസ്ഥ വിവരിച്ച് പ്രാദേശിക വൈദികൻ. ഞങ്ങളുടെ കുട്ടികളുടെ ഭാവിയെക്കുറിച്ച് ഞങ്ങൾ ഭയപ്പെടുന്നുവെന്നും സഹായത്തിന് പകരം രക്ഷപ്പെടുവാൻ സഹായിക്കണമെന്ന് ആളുകൾ തങ്ങളോട് പറയുന്നുണ്ട് എന്നും സിറിയയിലെ ഫ്രാൻസിസ്കൻ വൈദികനായ ഫാദർ ഫാദി അസർ എയ്ഡ് ടു ദി ചർച്ച് ഇൻ നീഡിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. സിറിയയിലെ ക്രൈസ്തവർ കടന്നു പോകുന്നത് അഗാധമായ ദുഃഖത്തിലൂടെയാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. എല്ലാ ക്രിസ്ത്യാനികളും വലിയ ദുഃഖം അനുഭവിക്കുന്നു. ഞങ്ങളിപ്പോൾ ഒറ്റയ്ക്കാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. വത്തിക്കാൻ്റെയും യൂറോപ്യൻ സമൂഹത്തിൻ്റെയും ഇടപെടൽ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ആളുകൾ ഇപ്പോൾ ഞങ്ങളോട് പറയുന്നു, അച്ഛാ, ഞങ്ങൾക്ക് സഹായം വേണ്ട, ഭക്ഷണമോ മരുന്നോ ഒന്നും വേണ്ട, രക്ഷപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കൂ, ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ കഴിയില്ല, ഞങ്ങളുടെ ജീവനെ ഓർത്ത് ഞങ്ങൾ ഭയപ്പെടുന്നു, ഞങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ ഓർത്ത് ഞങ്ങൾ ഭയപ്പെടുന്നു. രാജ്യത്ത് യാതൊരു ആധിപത്യവുമില്ലാത്ത ക്രൈസ്തവർ ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾക്ക് സ്ഥിതി കൂടുതൽ ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുകയാണ്. സഭ സർക്കാരുമായി സംസാരിക്കുമ്പോഴെല്ലാം ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമാണെന്ന് അവർ പറയുന്നു. ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, ഞങ്ങൾ ഭയപ്പെടുന്നില്ല. മധ്യപൂർവ്വ ഏഷ്യയിൽ ക്രൈസ്തവർക്ക് നേരെയുള്ള പീഡനം എല്ലായ്പ്പോഴുമുണ്ട്. 2000 വർഷമായി പീഡനം തുടരുന്നു. എന്നാൽ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന ഈ സിവിൽ ലോകത്താണ് നമ്മൾ. നീതി, അതിൽ കൂടുതലൊന്നും നമുക്ക് വേണ്ട. സുരക്ഷിതത്വമുള്ള ഒരു രാജ്യത്ത് ജീവിക്കാൻ ക്രിസ്ത്യാനികൾക്ക് അവകാശമുണ്ട്. പള്ളിയിൽ പോയി സമാധാനത്തോടെ പ്രാർത്ഥിക്കാനും അവർക്ക് കഴിയേണ്ടതുണ്ടെന്നും ഫാദർ ഫാദി പറഞ്ഞു. യുദ്ധത്തിന് മുൻപ് രാജ്യത്തെ ജനസംഖ്യയുടെ 10% മാത്രമായിരുന്നു ക്രൈസ്തവർ. എന്നാൽ ഇപ്പോൾ 3% കുറഞ്ഞിരിക്കുകയാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നിലവിൽ ലദാഖയിലാണ് താമസിക്കുന്നതെങ്കിലും ദമാസ്കസിൽ വർഷങ്ങളോളം ചെലവഴിച്ച വൈദികനാണ് ഫാദർ ഫാദി.